24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ചലച്ചിത്ര നാടക മാധ്യമ പ്രവർത്തകൻ ചെലവൂർ വേണു അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോടായിരുന്നു അന്ത്യം. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലൂടെ ലോക ക്ലാസിക് സിനിമകളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ചെലവൂർ വേണു. 6 പതിറ്റാണ്ടിലധികം സിനിമാ നിരൂപണ രംഗത്തും സമാന്തര ചലച്ചിത്ര പ്രചാരണത്തിലും സജീവം. കേരളത്തിലെ 2ാമത്തെ ഫിലിം സൊസൈറ്റിയായ അശ്വിനിയുടെ ജനറൽ സെക്രട്ടറി. 8ാം ക്ലാസ്സിൽ ഉമ്മ സിനിമയുടെ നിരൂപണം എഴുതിയാണ് തുടക്കം. രാമു കാര്യാട്ടിന്റെ അസിസ്റ്റന്റായി കുറച്ചുകാലം പ്രവർത്തിച്ചു. മലയാളത്തിലെ ആദ്യ സ്പോർട്സ് മാസികയായ സ്റ്റേഡിയം, ആദ്യ മനഃശാസ്ത്ര മാസിക സൈക്കോ, വനിതാ പ്രസിദ്ധീകരണമായ രൂപകല, രാഷ്ട്രീയ വാർത്തകൾക്കായുള്ള സെർച്ച് ലൈറ്റ് എന്നിവയുടെ പത്രാധിപ സ്ഥാനവും വഹിച്ചു. നിരവധി ചലച്ചിത്രമേളകളും സംഘടിപ്പിച്ചു. കോഴിക്കോടിന്റെ മുഖമാണ് നഷ്ടമായതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മാധ്യമ പ്രവർത്തനമായാലും സാംസ്കാരിക പ്രവർത്തന രംഗത്തും ഏറെ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് ക്ലാസിക് സിനിമകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഏറെ പ്രധാനപ്പെട്ട പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തിൻ്റെ നിറസാന്നിധ്യം മാത്രമല്ല, മുഖമായിരുന്നു ശ്രീ ചെലവൂർ വേണു. ചെലവൂർ വേണുവിന്റെ ജീവിതം പ്രമേയമാക്കി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയും ചെലവൂർ വേണു ജീവിതകാലം എന്ന ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു. കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് വലിയ നഷ്ടമാണ് വേണുവിന്റെ മരണം. 24 കോഴിക്കോട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.